വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഇത് രണ്ടാം തവണയാണ് കെ സുധാകരന്റെ മാധ്യമങ്ങളെ കാണും അല്ലെങ്കിൽ വാർത്താ സമ്മേളനം പിൻവലിക്കുന്നത്. അനുനയം അങ്ങനെ തുടങ്ങി ഒടുവിൽ കീഴടങ്ങുക അല്ലെങ്കിൽ കെ സുധാകരന് മുന്നിൽ മുട്ടുമടക്കുന്ന നിലയിലേക്ക് ഹൈക്കമാൻഡിന്റെയും അല്ലെങ്കിൽ KPCCയുടെയും ഒക്കെ മാനദണ്ഡങ്ങൾ വെച്ച് അടിയറവ് പറയുകയാണ്. തീർച്ചയായും ഗോകുൽ, അങ്ങനെ തന്നെയാണ്. ഏതാണെങ്കിലും കീഴടങ്ങാൻ, അനുനയ ശ്രമങ്ങൾക്കൊന്നും വഴങ്ങി നൽകാൻ സുധാകരൻ തയ്യാറായില്ല. പകരം നേതൃത്വം ഇതാ അദ്ദേഹത്തിന് മുന്നിൽ വഴങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടുത്ത നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കടുംപിടുത്തവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ഇന്ന് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതൃത്വം ഒന്ന് അയയുന്നത് കൂടി നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല, AN ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി. പിന്നാലെ തന്നെ ഹൈക്കമാൻഡുമായി രമേശ് ചെന്നിത്തല സംസാരിക്കുകയും സുധാകരന് സീറ്റ് നൽകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ സുധാകരൻ ഒരു കടുംപിടുത്തവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ചെന്നിത്തല നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുധാകരന് മാത്രമായി ഒരു ഇളവ് എന്ന നിലയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. ഖർഗെയുമായും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായും ഒക്കെ രമേശ് ചെന്നിത്തല ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. പിന്നാലെ തന്നെ സുധാകരനോട് സംസാരിക്കുകയും ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ അദ്ദേഹം ആ ആവശ്യം അംഗീകരിച്ചിട്ടുമുണ്ട്. ഏറെക്കുറെ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാക്കിയിരിക്കുന്നു. പിന്നാലെയാണ് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശും ഒരു കടുംപിടുത്തവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഏത് നിലയിൽ ഒരു ഇളവ് നൽകുമെന്നുള്ള കാര്യം നമുക്കിനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു ഒറ്റ MP എന്ന നിലയിൽ, അതായത് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച MPമാർക്കിടയിൽ കെ സുധാകരന് മാത്രമായി ഒരു ഇളവ്, അങ്ങനെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായി വാർത്താ സമ്മേളനം നടത്തുമെന്നൊക്കെ അദ്ദേഹം അറിയിക്കുകയും ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. പിന്നാലെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് നൽകും, സമവായത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുകയും ഒപ്പം തന്നെ പിന്നാലെ MPമാർക്കാർക്കും സീറ്റ് നൽകേണ്ടതായിട്ടില്ല എന്നൊരു അഭിപ്രായത്തിലേക്കൊക്കെ തന്നെ നേതാക്കൾ എത്തുകയും ചെയ്തത്. തുടർന്ന് ഇന്ന് അദ്ദേഹം ഒരു സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കുകയും പാർട്ടിയിലേക്ക് പോകുമെന്നും അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു കടുംപിടുത്തം, അത്തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്കൊക്കെ അദ്ദേഹം നീങ്ങിയേക്കുമെന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും അതിന് പിന്നാലെയാണ് നേതൃത്വം വീണ്ടും ഇടപെടുകയും അദ്ദേഹവുമായി അനുനയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. പക്ഷേ വഴങ്ങില്ലെന്ന് ഉറപ്പായതോടുകൂടി ഇതാ നേതൃത്വം അദ്ദേഹത്തിന് മുന്നിൽ വഴങ്ങുന്ന നേതൃത്വം അദ്ദേഹത്തിന് മുന്നിൽ മാത്രം വഴങ്ങുന്നു എന്നാണോ വിനീത നമ്മൾ അറിയുന്നത്? ഇപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കും, കോന്നിയിലേക്കില്ല എന്നൊക്കെ പറഞ്ഞ ആ പോസ്റ്റാണ് അല്പസമയം മുൻപ് പിൻവലിച്ചത്. ഇദ്ദേഹം കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത്. അപ്പോൾ അടൂർ പ്രകാശിന്റെ ഒരു സമ്മർദ്ദ തന്ത്രം അവിടെ ഇനി നടക്കുകയാണ് എന്നതാണോ? അദ്ദേഹത്തിന് കൂടി ഇളവ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുമോ? എന്താണ് സംഭവിക്കുന്നത്? അനുജ, ഇന്നലെ ചേർന്ന യോഗത്തിൽ, അതായത് ഇന്നലെ ഈ നേതൃയോഗമൊക്കെ ഉണ്ടായപ്പോൾ അതിൽ സുധാകരനൊപ്പം തന്നെ അടൂർ പ്രകാശിനും ഒരു ഇളവ് നൽകിയേക്കാമെന്ന തരത്തിലേക്കുള്ള ചില ചർച്ചകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സുധാകരന് മാത്രമായി, അതായത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ചില MPമാർ നേരത്തെ തന്നെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ സുധാകരന് മാത്രമായി ഒരു ഇളവ് എന്ന നിലയിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമ്മർദ്ദ തന്ത്രമൊക്കെ അടൂർ പ്രകാശ് പയറ്റുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലം കാണുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികം സമയമില്ല. മറ്റ് പാർട്ടികളൊക്കെ തന്നെ പ്രചരണത്തിലേക്കൊക്കെ തന്നെ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം ഘട്ട പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇനിയും ഏറെക്കുറെ അത് പുറത്തുവരുമെന്ന് കൂടി കൃത്യമായി നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴെങ്കിലും വിനീത? ഇന്ന് വൈകിട്ടോടുകൂടി അത് ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്നലെ ആ പട്ടിക ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൊതുവെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് പട്ടികയ്ക്ക് അംഗീകാരം നൽകിയാൽ തൊട്ട് പിന്നാലെ തന്നെ പട്ടിക പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. കഴിഞ്ഞ ദിവസവും ആദ്യഘട്ട പട്ടിക അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ ഈ നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല, ഏതാണ്ട് മാധ്യമപ്രവർത്തകർ വരെ ഒരു 4 മണിവരെ കാത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. കേരള ഹൗസിലും ഖർഗെയുടെ വീട്ടിലും ഒക്കെയായി അങ്ങനെ നീണ്ടുപോയ ഒരു യോഗം തന്നെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആദ്യഘട്ടത്തിൽ ഒരു യോഗം ചേർന്നു, പെട്ടെന്ന് പിന്നാലെ ആ യോഗം വീണ്ടും ഇന്ദിരാഭവനിൽ കൂടുന്നു. പിന്നെ നേതാക്കൾ ഖർഗെയുടെ വീട്ടിലെത്തി വീണ്ടും യോഗം ചേർന്നു. ആ യോഗം ഇന്നലെ ഏതാണ്ട് 3:30 വരെയാണ് നീണ്ടുപോയത്. അനുജ, അത്രയും സമയം മാധ്യമപ്രവർത്തകരും ആ പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കരുതി കാത്തിരിക്കുക തന്നെയാണ് ഉണ്ടായത്. കാത്തിരിപ്പ് നീളുകയാണ് എന്നതാണ്. വെളുപ്പിന് വരെ കാത്തിരുന്നു മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അണികളും എല്ലാവരും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.